ഭീമ കൊറേഗാവ് കേസിൽ പ്രതിയാക്കപ്പെട്ട് ദേശീയ സുരക്ഷാ ഏജൻസി തടവിലാക്കിയ ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരെ NIA ഹാജരാക്കിയ തെളിവുകൾ കെട്ടിച്ചമച്ചവ. അമേരിക്കയിൽ ഫോറൻസിക് സ്ഥാപനമായ ബോസ്റ്റണിലുള്ള ആഴ്സൺ കൺസൾട്ടിംഗിന്റെ കണ്ടെത്തൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. സ്വാമിയുടെ അഭിഭാഷകരാണ് സ്വാമിക്കെതിരായ തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയത്. മാവോയിസ്റ്റുകൾ എഴുതിയ കത്തുകൾ എന്ന് NIA വാദിച്ചവ ഉൾപ്പെടെ 44 രേഖകൾ അവർ പരിശോധിച്ചു. 2014 മുതൽ 5 വർഷം കൊണ്ട് സ്വാമിയുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്താണ് കത്തുകൾ ഉൾപ്പെടെ സൃഷ്ടിച്ചത്. 2019 അദ്ദേഹം അറസ്റ്റിലാകുന്നതുവരെ കമ്പ്യൂട്ടറിൽ കൃത്രിമം നെറ്റ്വെയർ എന്ന മാൽവെയർ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തത്. 2014 ഒക്ടോബറിലാണ് ഹാക്കർ ആദ്യമായി അതിൽ കടന്നത്. നിരന്തരം നിരീക്ഷിക്കുകയും വ്യാജമെയിൽ ഉൾപ്പെടെ നിക്ഷേപിക്കുകയും ചെയ്തു. സ്വാമിക്കെതിരെ കൊണ്ടുവന്ന വലിയ ആരോപണമായിരുന്നു വിജയൻ ദാദയോട് മുതിർന്ന BJP നേതാക്കൾക്കെതിരെ ആക്ഷൻ എടുക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് 2017 സ്വാമി എഴുതിയ കത്ത്. ഈ കത്ത് ഹാക്കർ കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ചതാണ്. മാവോയിസ്റ്റ് ബന്ധമുള്ള പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമിക്ക് വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആൾബലവും ആയുധശേഷിയും സംബന്ധിച്ചുള്ള രേഖയും ഹാക്കർ കടത്തിവിട്ടതാണ്. NIA ഹാജരാക്കിയ കത്തുകൾ അടക്കമുള്ള തെളിവുകൾ വ്യാജമാണെന്നും തന്നെ പ്രതിയാക്കുവാൻ കെട്ടിച്ചമച്ചതാണെന്നും സ്വാമി കോടതിയെ ധരിപ്പിച്ചിരുന്നു. കമ്പ്യൂട്ടറിൽ ഒളിപ്പിച്ച നിലയിൽ ഉണ്ടാക്കിയിരുന്ന ഫോൾഡറുകളിൽ ഒന്നുപോലും സ്വാമി ഒരിക്കലും തുറന്നിട്ടില്ല. മയക്കുമരുന്ന് കൊണ്ടുവന്നു വെച്ച ശേഷം പിടിക്കാറുണ്ട് പോലീസ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഹാക്ക് ചെയ്ത് കയറ്റിയ ശേഷം പിടിക്കുന്നു. ജാർഖണ്ഡിൽ പ്രവർത്തിച്ചിരുന്ന ഈശോ സഭ വൈദികനായ സ്വാമി നരകതുല്യമായ യാതനകൾ സഹിച്ചാണ് ജയിലിൽ മരിച്ചത്. പാർക്കിൻസൺസ് രോഗിയായിരുന്ന അദ്ദേഹത്തിന് വെള്ളം കുടിക്കുവാൻ ഒരു സിപ്പർ വേണമെന്ന ആവശ്യം പോലും ഏറെ കാലത്തേക്ക് അംഗീകരിച്ചില്ല. 83 വയസ്സിലാണ് തടവിലായത്. ജയിലിൽ മരിച്ചു. വെള്ളം കുടിക്കുവാൻ സ്ട്രോ കൊടുത്തില്ല. നീതിമാന്റെ ചോരയുടെ നിലവിളി ഭാരതത്തിന്റെ അന്തസ്സിനു തന്നെ ഹാനികരമാണ്. ED എടുക്കുന്ന കേസുകളെക്കുറിച്ച് ആം ആദ്മിയുടെ സഞ്ജയ് സിംഗ് രാജ്യസഭയിൽ പറഞ്ഞ കണക്കുകൾ കൗതുകകരങ്ങളാണ്. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ 3000 കേസുകൾ സർക്കാർ എടുത്തിരിക്കുന്നു. സർക്കാരിന് വേണ്ടപ്പെട്ടവരെല്ലാം രക്ഷിക്കപ്പെടുന്നു. വിജയ് മല്യ, ലളിത് മോദി, നീരജ് മോദി, കർണാടകയിലെ റെഡ്ഡി സഹോദരന്മാർ തുടങ്ങിയവരുടെ ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി ജയദീപ് ധൻഖർ മുന്നറിയിപ്പ് നൽകി. അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ നടപടി.